ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൻ്റെ പുതിയ ചാപ്റ്ററിലോട്ട് പോവുകയാണ്. റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള ഭാഗത്തിലെ 24ാമത്തെ പാഠഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. ലഹരിയെ പറ്റിയിട്ടാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ പറഞ്ഞു തരുന്നത്. ഡ്രഗ്സുകളുടെ ഉപയോഗത്തെ പറ്റിയിട്ട്, ഡ്രഗ്സുകൾ നമ്മെ എത്രത്തോളം ബാധിക്കുന്നു, അതുപോലെ തന്നെ അതിൽ നിന്ന് എങ്ങനെ മുക്തി നേടാം, അതിൻ്റെ ചികിത്സാ രീതികളെ പറ്റിയൊക്കെ ഈ ഒരു പാഠഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് പാഠഭാഗം നന്നായിട്ട് ശ്രദ്ധിക്കാം. On this International Day Against Drug Abuse and Illicit Trafficking, we celebrate the choice that millions of people around the world have made to live healthily, and we applaud the courage shown by those who have stopped using drugs. ഈ ഒരു ഇന്റർനാഷണൽ ഡേ ആഘോഷിക്കുക, അതായത് എന്തിനെതിരെ? ഡ്രഗ് അബ്യൂസിനെതിരെ ആഘോഷിക്കുന്ന അന്താരാഷ്ട്ര ദിനമായി ആഘോഷിക്കുകയാണ് ലഹരി വിരുദ്ധ ദിനം. അതെന്ത് ചെയ്യാണ്? ലഹരിക്കെതിരെ ഒരു ദിനം നാം ആഘോഷിക്കുകയാണ്. ഈ ഒരു ആഘോഷിക്കുന്ന വേളയിൽ വി സെലിബ്രേറ്റ് ദ ചോയ്സ് ദാറ്റ് മില്യൺസ് ഓഫ് പീപ്പിൾ അറൗണ്ട് ദ വേൾഡ് ഹാവ് മെയ്ഡ് ടു ലിവ് ഹെൽത്ത്ലി. നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്തിലെ ഒരുപാട് ആളുകൾ അവരെന്ത് ചെയ്യാണ്? ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ തീരുമാനിച്ചത് ആഘോഷിക്കുകയാണ്. ആൻഡ് വി അപ്ലോഡ് ദ കറേജ് ഷോൺ ബൈ ദോസ് ഹു ഹാവ് സ്റ്റോപ്പ് യൂസിങ് ഡ്രഗ്സ്. അതുപോലെ തന്നെയാണ് മയക്കുമരുന്ന് ഉപയോഗം നിർത്തിയവരുടെ ധൈര്യത്തെ ഞങ്ങൾ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. In doing so, we send a positive message to all people who use or might be tempted to use drugs. Value yourself, make healthy choices. മയക്കുമരുന്ന് ഉപയോഗം നിർത്തിയവരെ നമ്മൾ അഭിനന്ദിക്കുകയും അങ്ങനെ ചെയ്യുന്നതിലൂടെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ എന്താണ് അത് ഉപയോഗിക്കാൻ വേണ്ടി പ്രലോഭിക്കപ്പെട്ടാവുന്ന ആളുകൾക്ക് ഒരു സന്ദേശമാണ് നിങ്ങളെല്ലാവരും നൽകുന്നത്. സ്വയം നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂ യുവർ സെൽഫ്, മേക്ക് ഹെൽത്തി ചോയ്സ്. നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തണം. ആരോഗ്യകരമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നമ്മൾ നടത്തുകയും വേണം. This day is also an occasion to highlight the fact that nearly 200 million people are still consuming illegal drugs. These drugs might have names that are colorful or enticing. This day is also an occasion to highlight the fact that nearly 200 million people are still consuming illegal drugs. ഏകദേശം 200 ദശലക്ഷം ആളുകൾ ഇപ്പോഴും നിയമവിരുദ്ധമായിട്ട് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന വസ്തുത എടുത്തു കാണിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു ദിനം. ഈ മയക്കുമരുന്നുകൾ വർണ്ണാഭമായതോ ആകർഷകമായ പേരുകളിലോ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. ദീസ് ഡ്രഗ്സ് മൈറ്റ് ഹാവ് നെയിംസ് ദാറ്റ് സൗണ്ട് കളർഫുൾ ഓർ enticing, such as crack, pot, junk, crystal meth and disco biscuits. എന്തൊക്കെയാണ്? ഉദാഹരണത്തിന് ക്രാക്ക്, അല്ലെ? ക്രാക്ക്, പോട്ട്, ജങ്ക്, ക്രിസ്റ്റൽ മെത്ത് ആൻഡ് ഡിസ്കോ ബിസ്ക്കറ്റ്സ്, ഇതൊക്കെ അവയുടെ പേരുകളാണ്. ബട്ട് ദീസ് ആർ ലിറ്റിൽ മോർ ദാൻ ടിക്കറ്റ്സ് ടു എ ഡെഡ് എൻഡ്. പക്ഷേ ആ ഒരു അവസാന ഘട്ടത്തിൻ്റെ, അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് ഉപയോഗിക്കാൻ തുടങ്ങുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ടിക്കറ്റുകളാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. For those trapped by addiction, treatment is a way out, and the voice to seek treatment is not only courageous but often life-saving. നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിന് ചികിത്സ തേടുകയാണ് ഏറ്റവും നല്ല പോംവഴി. ഇതിന് അടിമപ്പെടുന്ന ആളുകൾക്ക്, അഡിക്റ്റ് ആകുന്ന ആളുകൾക്ക് അതിന് ചികിത്സ തേടുകയാണ് ഏറ്റവും നല്ല ഒരു പോംവഴിയായിട്ടുള്ളത്. ചികിത്സ തേടുക എന്നത് ധീരമായിട്ടുള്ള ഒരു തീരുമാനം മാത്രമല്ല, പലപ്പോഴും നമ്മളുടെ ജീവൻ രക്ഷിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണത്. But often life-saving. Those who have not ventured down the path of drug abuse should learn the lesson from those who have and firmly choose not to. മയക്കുമരുന്ന് ദുരുപയോഗത്തിന്റെ പാതയിലേക്ക് ഇറങ്ങിയിട്ടില്ലാത്തവർ അത്തരം പാതയിലേക്ക് ഇറങ്ങിയവരിൽ നിന്ന് പാഠം പഠിക്കുകയും അങ്ങനെ ചെയ്യരുതെന്ന് ഉറച്ച തീരുമാനമെടുക്കുകയും വേണം. Making healthy choice also means choosing a lifestyle that has positive effect on the body and mind, including, for example, participation in sports to improve health and well-being, teach the value of teamwork and discipline, and build self-confidence.
പിന്നെന്താണ് പറയുന്നത്, ആരോഗ്യകരമായിട്ടുള്ള മേക്കിംഗ് ഹെൽത്തി ചോയ്സസ് എന്നാ പറയുന്നത്. ആരോഗ്യകരമായിട്ടുള്ള ചോയ്സുകൾ നമ്മൾ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ എന്താണ് ഒരു സ്വാധീനം ചെലുത്തുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ നല്ല ജീവിതശൈലി തിരഞ്ഞെടുക്കുക എന്നതാണ് ആരോഗ്യകരമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്ന് പറയുന്നതിനർത്ഥം. ഇൻക്ലൂഡിങ് ഫോർ എക്സാമ്പിൾ പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സ് ടു ഇംപ്രൂവ് ഹെൽത്ത്. എന്ത് ചെയ്യണം, നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് സ്പോർട്സിലൊക്കെ നമ്മൾ പങ്കെടുക്കുക. ദെൻ ടീച്ച് ദ വാല്യൂ ഓഫ് ടീം വർക്ക്. ടീം വർക്കിൻ്റെയൊക്കെ വാല്യൂസ്, അതിൻ്റെ മൂല്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിപ്പിച്ചു കൊടുക്കണം. ടീം വർക്ക് ആൻഡ് ഡിസിപ്ലിൻ, അച്ചടക്കത്തെ പറ്റിയും. ആൻഡ് ബിൽഡ് സെൽഫ് കോൺഫിഡൻസ്, അതുപോലെ ആത്മവിശ്വാസം വളർത്തുക തുടങ്ങിയവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. Message by the Secretary General UN on the occasion of the International Day Against Drug Abuse and Illicit Trafficking, 26th June 2005. 2005 ജൂൺ 26 ഐക്യരാഷ്ട്രസഭയിലെ സെക്രട്ടറി ജനറലിന്റെ ഒരു സന്ദേശമാണ് അന്താരാഷ്ട്ര മയക്കുമരുന്ന് ദുരുപയോഗത്തിനും നിയമവിരുദ്ധമായി അത് നൽകുന്നതിനും എതിരായിട്ടുള്ള ഒരു ആഘോഷ ദിനത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു സന്ദേശമാണ് നമുക്ക് ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. ദെൻ സെക്ഷൻ 2 നോക്കാം. Drug addiction is a treatable disorder. Through treatment that is tailored to individual needs, patients can leave their condition and live normal, productive lives. Like people with diabetes or heart disease, people in treatment of addiction learn behavioral changes and often take medications as part of their treatment regimen. മയക്കുമരുന്നിന് അഡിക്റ്റ് ആവുക അല്ലെ, അഡിക്റ്റ് ആവുന്നത് നമ്മൾ എന്താണ്, ചികിത്സിക്കേണ്ട ഒരു രോഗം തന്നെയാണ്, ട്രീറ്റബിൾ ഡിസോർഡർ ആണ് അത്. ത്രൂ ട്രീറ്റ്മെന്റ് ദാറ്റ് ഈസ് ടൈലേർഡ് ടു ഇൻഡിവിജ്വൽ നീഡ്സ്, വ്യക്തിഗത ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചികിത്സയിലൂടെ പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാൻ കഴിയും. പേഷ്യൻസ് ക്യാൻ ലീവ് ദെയർ കണ്ടീഷൻസ് ആൻഡ് ലീവ് നോർമൽ പ്രൊഡക്റ്റീവ് ലിവ്സ്. രോഗികൾക്ക് അവരുടെ ഒരു സാധാരണ അവസ്ഥ എന്ത് ചെയ്യാണ്, ഉപേക്ഷിച്ചിട്ട് അവർക്ക് നല്ലൊരു ജീവിതം തന്നെ, അതായത് അതിനടിമപ്പെട്ടിട്ടുള്ള ഒരു ജീവിതം ഉപേക്ഷിച്ചിട്ട് അവർക്ക് നല്ലൊരു ജീവിതം തന്നെ അവർക്ക് നയിക്കാൻ കഴിയും. ലൈക്ക് പീപ്പിൾ വിത്ത് ഡയബറ്റിസ് ഓർ ഹെർട്ട് ഡിസീസ്, പീപ്പിൾ ഇൻ ട്രീറ്റ്മെന്റ് ഓഫ് അഡിക്ഷൻ ലേൺ ബിഹേവിയറൽ ചേഞ്ചസ് ആൻഡ് ഓഫൻ ടേക്ക് മെഡിക്കേഷൻസ് ആസ് പാർട്ട് ഓഫ് ദെയർ ട്രീറ്റ്മെന്റ് റെജിമെൻ. നമ്മൾ ഡയബറ്റിസോ പ്രമേഹമോ ഹൃദ്രോഗമോ ഒക്കെ ഉള്ളവരെ പോലെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളും ഒരുപാട് പെരുമാറ്റങ്ങൾ, നല്ല നല്ല പെരുമാറ്റങ്ങൾ എന്ത് ചെയ്യാണ്, നമ്മളിൽ നിന്ന് പോയി ഈ രോഗങ്ങൾക്ക് അടിമപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യാണ്, അവർക്ക് ഒരുപാട് ചികിത്സാ രീതികൾ വേണ്ടി വരും, ഈ ഹൃദ്രോഗവും അല്ലെങ്കിൽ എന്താണ് പ്രമേഹവും ഒക്കെ ഉള്ള ആളുകൾക്ക്. സോ നമ്മുടെ സ്വഭാവം എന്ത് ചെയ്യാണ്, ഈ ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ സ്വഭാവത്തിനും മാറ്റം വരികയാണ്. സോ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൂടും. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒഴിവാക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നേറി വരും. ഈ ചികിത്സാ സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പല മരുന്നുകളും നമ്മൾ കഴിക്കേണ്ടി വരികയും ചെയ്യും. Behavioral therapies can include counseling, psychotherapy, support groups, or family therapy. Treatment offers helps in suppressing the withdrawal syndrome and drug craving and in blocking the effects of drugs. Studies show that treatment for heroin addiction using methadone at an adequate dosage level combined with therapy reduces health rates and many health problems associated with the heroin abuse. നമ്മൾ എന്ത് ചെയ്യാണ്, ബിഹേവിയറൽ തെറാപ്പി ബിഹേവിയറൽ തെറാപ്പികളിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്, സൈക്കോ തെറാപ്പി കൊടുക്കുന്നുണ്ട്, അതുപോലെ ഗ്രൂപ്പ് സപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട്, ഫാമിലി തെറാപ്പി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അതിലെ ചികിത്സാ രീതികളാണ്. അതുപോലെ തന്നെയാണ് ട്രീറ്റ്മെന്റ് ഓഫേഴ്സ് ഹെൽപ്പ് ഇൻ സപ്രസിംഗ് ദ വിഡ്രോവൽ സിൻഡ്രോം ആൻഡ് ഡ്രഗ് ക്രാവിംഗ് ആൻഡ് ഇൻ ബ്ലോക്കിംഗ് ദ ഇഫക്ട്സ് ഓഫ് ഡ്രഗ്സ്. എന്ത് ചെയ്യാണ്, നമ്മൾ ഈ മയക്കുമരുന്നിന്റെ അഡിക്ഷൻ എന്ത് ചെയ്യാണ്, അടിച്ചമർത്തുന്നതിനും അതിൻ്റെ മരുന്നുകളുടെ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന
ഫലങ്ങൾ നമ്മൾ തടയുന്നതിനും ഈ ഇത്തരത്തിലുള്ള ചികിത്സകളൊക്കെ നമ്മളെ എന്ത് ചെയ്യാണ്, സഹായിക്കുകയാണ്. ഈ ഡ്രഗ്സ് കൊണ്ടുണ്ടാകുന്ന ശരീരത്തിലെ മാറ്റങ്ങൾക്കൊക്കെ ഈ തെറാപ്പികളൊക്കെ നമ്മളെ സഹായിക്കും. ആൻഡ് സ്റ്റഡീസ് ഷോ ദാറ്റ് ട്രീറ്റ്മെന്റ് ഫോർ ഹെറോയിൻ അഡിക്ഷൻ യൂസിങ് മെത്തഡോൺ അറ്റ് ആൻ adequate dosage level combined with therapy reduces death rates and many health problems associated with heroin abuse. അതുപോലെ തന്നെയാണ് ഈ മെത്തഡോൺ മതിയായ അളവിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് എന്ത്, ഹെറോയിൻ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യാണ്, പല ചികിത്സകൾക്ക് പിന്നെ ദുരുപയോഗം ചെയ്യുന്ന രീതികളും ഒക്കെ ഉണ്ട്. നമ്മളെ പല ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഒക്കെ അത് സഹായിക്കുന്നു എന്നുള്ളത് പഠനങ്ങൾ തെളിയിക്കുന്നുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതെന്താണ്, ആളുകൾ അത് ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹെറോയിൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ദുരുപയോഗം ചെയ്യുന്നു. In general, the more treatment given, the better results. Many patients require other services as well, such as medical and mental health services and HIV prevention services. പൊതുവെ കൂടുതൽ ചികിത്സ നൽകുന്തോറും മികച്ച ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുക. പല രോഗികളും എന്താണ്, മാനസിക പ്രശ്നങ്ങളുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അതുപോലെ എന്താണ്, HIV പ്രശ്നങ്ങളുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ചികിത്സകൾ നൽകുന്നതോടുകൂടി എന്ത് ചെയ്യാണ്, അവർക്ക് അതിനുള്ള സേവനങ്ങളൊക്കെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് അതിനുള്ള സേവനങ്ങളും ആവശ്യമാണ്. ഈ ഒരു ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാനസികാരോഗ്യ സേവനങ്ങളും HIV പ്രതിരോധ സേവനങ്ങൾ തുടങ്ങിയ മറ്റ് സേവനങ്ങളൊക്കെ ആവശ്യമായി വരികയും അതെല്ലാം നൽകുകയും വേണം. Patients who stay in treatment longer have better outcomes than those who stay less time. ചികിത്സയിൽ കൂടുതൽ കാലം ചികിത്സ തേടുന്ന ആളുകൾക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ പെട്ടെന്ന് തന്നെ കാണാൻ കഴിയും. കുറച്ച് കാലം ട്രീറ്റ്മെന്റ് എടുക്കുന്നവരിൽ നിന്നും കൂടുതൽ കാലം ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള ഫലം തീർച്ചയായിട്ടും ലഭിക്കും. പേഷ്യൻസ് ഹു ഗോ ത്രൂ medically assisted interventions with minimized discomfort but do not receive any further treatment perform about the same in terms of those who were never treated. എന്നാൽ കുറഞ്ഞ അസ്വസ്ഥതകളോടെ വൈദ്യസഹായത്തോടെ അസ്വസ്ഥതകളുള്ള ആളുകൾ എന്ത് ചെയ്യാണ്, ഈ വൈദ്യസഹായം തേടുകയും അതിൻ്റെ ഇടപെടലോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്, അവരുടെ അസുഖങ്ങൾ അതിൻ്റെ ആഴം ഒന്ന് കുറയ്ക്കുകയും ഒക്കെ ചെയ്യാണ്. അതായത് ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗം കൂടുന്ന ആളുകൾക്ക് അവരുടെ ശരീരത്തിൽ ഒരുപാട് അസ്വസ്ഥതകൾ വരാം. അവരെന്ത് ചെയ്യാണ്, ഇത്തരത്തിലുള്ള വൈദ്യസഹായങ്ങൾ തേടുന്നതോടുകൂടി അവർക്ക് അതിൽ നിന്ന് അവരുടെ ആ ഒരു രോഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ അസ്വസ്ഥതകളിൽ നിന്ന് അവർക്ക് കുറഞ്ഞ തോതിൽ എന്ത് ചെയ്യാണ്, ചികിത്സ കിട്ടിക്കൊണ്ടിരിക്കും. Then over the last 25 years, studies have shown that treatment works to reduce drugs and crimes committed by drug-dependent people. Researchers also have found that drug abusers who have treatment are more likely to have jobs. ഈ മയക്കുമരുന്നിന് അടിമകളായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ നമുക്ക് ഈ ചികിത്സകൾ സഹായിക്കുന്നുണ്ട്. അത് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ചികിത്സ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാണ്, ചികിത്സ ലഭിക്കുകയും അവർക്ക് നല്ലൊരു ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടും എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്. അതിലൂടെ അവരുടെ ജീവിതം മെച്ചപ്പെടുകയാണ്. അവരെന്ത് ചെയ്യാണ്, ഇത്തരത്തിലുള്ള ചികിത്സകൾ ലഭിക്കുന്നതോട് കൂടിയിട്ട് അവർ പുതിയ ജോലികളിലേക്കും മറ്റും ഏർപ്പെടുകയും അവരുടെ ജീവിതം മെച്ചപ്പെടുകയും ചെയ്യും എന്നുള്ളത് റിസർച്ചേഴ്സ് അഭിപ്രായപ്പെടുന്നുണ്ട്. The ultimate goal of all drug abuse treatment is to enable the patient to achieve lasting abstinence, but the immediate goals are to reduce drug use, improve the patient's ability to function, and minimize the medical and social costs of drug abuse. ഈ മയക്കുമരുന്നുകളുടെ ദുരുപയോഗ ചികിത്സയിലൂടെയും ഓരോ രോഗിക്ക് എന്ത് ചെയ്യാണ്, ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് നേടുന്നത് ആ രോഗി അതിൽ നിന്ന് ആ ചികിത്സയിലൂടെ. ഉടനടി എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ലക്ഷ്യം ഉടനടി നേടിയിട്ടില്ലെങ്കിലും പതുക്കെ എന്ത് ചെയ്യാൻ കഴിയും, അവർക്ക് ആ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിലൂടെ അവരുടെ പ്രവർത്തനശേഷികൾ എന്ത് ചെയ്യാണ്, മെച്ചപ്പെടുത്താനും അതുപോലെ സാമൂഹികപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് മുക്തി നേടാനും അവർക്ക് കഴിയും.
ദർ ആർ സെവറൽ ടൈപ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാംസ്. പലതരത്തിലുള്ള മയക്കുമരുന്ന് ദുരുപയോഗ ചികിത്സ പ്രോഗ്രാമുകൾ, പരിപാടികളുണ്ട്. ഷോർട്ട് ടേം മെത്തേഡ്സ് ലാസ്റ്റ് less than 6 months and residential therapy, medication therapy and drug-free outpatient therapy. Longer term treatment may include, for example, methadone maintenance, outpatient treatment for opiate addicts and residential therapeutic communication treatment. ഇതിൽ പല ട്രീറ്റ്മെൻറ്റുകളും നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള കുറച്ച് ഷോർട്ട് ടേം മെത്തേഡുകളാണ് പറയുന്നത്. റെസിഡൻഷ്യൽ തെറാപ്പി, മെഡിക്കേഷൻ തെറാപ്പി, അതുപോലെ തന്നെയാണ് ഡ്രഗ് ഫ്രീ ഔട്ട് പേഷ്യൻ്റ് തെറാപ്പി എന്നൊക്കെ പറയുന്നത്. ലോങ്ങർ ടേം ട്രീറ്റ്മെൻറ്റുകളാണ് മെത്തഡോൺ മെയിൻ്റനൻസ്, ഔട്ട് പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഓപ്പിയേറ്റ് അഡിക്ട്സ് ആൻഡ് റെസിഡൻഷ്യൽ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയവ. അപ്പോൾ ഇത്തരത്തിലുള്ള ചികിത്സാ രീതികൾ നമ്മൾ നേടുന്നതിലൂടെ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനും അവർക്ക് അതുകൊണ്ട് അവരുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് മുക്തി നേടാനും അവർക്ക് സഹായകമാവുകയാണ് ചെയ്യുന്നത്. സോ അത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള ചികിത്സാ രീതികൾ നിർദ്ദേശിച്ചു കൊടുക്കുകയും അതിൽ നിന്ന് അവരെ മുക്തി നേടാൻ സഹായിക്കുകയും ചെയ്യണം. ഓക്കെ, താങ്ക് യു.